കൂനിന്മേൽ കുരു പോലെ ലോകത്തിന് പ്രതിസന്ധിയുടെ മുകളിൽ കടുത്ത പ്രതിസന്ധി ഉയർത്തും വിധം ഇസ്രയേലിൻ്റെ ലെബനോൻ കടന്നാക്രമണത്തിൽ തിരിച്ചടിക്കുന്നതിൻ്റെ ഭാഗമായി ഹൂത്തികൾ ചെങ്കടൽ ക്ലോസ് ഡൗൺ ചെയ്യുന്നതിനെക്കുറിച്ച് നിലപാടെടുക്കാൻ പോകുന്നുവെന്ന് അവർ തന്നെ പ്രഖ്യാപിച്ചു. തങ്ങളുടെ മേൽ നടത്തുന്ന അനാവശ്യവും ശരിയല്ലാത്തതുമായ ആക്രമണം, അതും അതിർത്തി കടന്ന് മാരകവിധം നടത്തുന്നതിൻ്റെ പേരിലാണ് ഹൂത്തികൾ ഇത്തരമൊരു തീരുമാനമെടുത്തത് എന്ന് പ്രഖ്യാപിച്ചാണ് ചെങ്കടൽ ക്ലോസ് ഡൗൺ ചെയ്യാൻ പോകുന്നു ഞങ്ങൾ എന്ന പുതിയ വാർത്ത വന്നിരിക്കുന്നത്. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമിസ് തടഞ്ഞതിന് ശേഷം അവിടുത്തെ സംഗതികൾ പോലും ഇതുവരെ സ്മൂത്തായിട്ടില്ല. അവിടെ അമേരിക്ക തുറക്കുന്നതിന് പകരം മൊത്തമടച്ച് ഇറാനെ വീർപ്പുമുട്ടിക്കുന്ന ഒരു നാവിഗേഷൻ ബ്ലോക്കേഡാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ ഒമാനും ഇറാനും ചേർന്നുണ്ടാക്കുന്ന ഒരു കരാറിന് വിധേയമാകണമെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് വളരെ സ്വതന്ത്രമായി കിടന്നതാണ് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമിസ്. ആ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമിസ് അടച്ചതും യുദ്ധവുമായി തന്നെ വലിയ പ്രതിസന്ധിയും സാമ്പത്തിക പ്രശ്നങ്ങളും ലോകത്ത് നേരിടുമ്പോഴാണ് ചെങ്കടൽ അടയ്ക്കും എന്ന് പറയുന്ന പ്രസ്താവനയുമായി ഹൂത്തികൾ രംഗത്ത് വന്നിരിക്കുന്നത്. ചെങ്കടലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഏതാണ്ട് 12% ലോകത്തിൻ്റെ മുഴുവൻ കച്ചവട വാണിജ്യങ്ങളും 30% ലോകത്തിലെ കണ്ടെയ്നർ ട്രാഫിക്കും നടക്കുന്നത് ഈ ചെങ്കടലിലൂടെയാണ്. അത് ബ്ലോക്ക് ചെയ്യപ്പെട്ടാൽ 2023 കുറച്ച് നേരത്തേക്കെങ്കിലും ബ്ലോക്ക് ചെയ്യപ്പെട്ടപ്പോൾ ലോകം അതിനെ വിളിച്ചത് സപ്ലൈ ഷോക്ക് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ലോകം മുഴുവൻ ഉണ്ടാകും എന്ന തരത്തിലാണ്. എന്നുവെച്ചാൽ അതുവഴിയാണ് MSC പോലെയുള്ള വലിയ അമേരിക്കൻ കമ്പനികളുടെ കണ്ടെയ്നറുകൾ ലോകത്ത് സപ്ലൈ ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന, ലോകത്തിന് വേണ്ട വസ്തുക്കൾ എത്തിക്കുന്ന ഈ പറയുന്ന സംഗതികളൊക്കെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ച് ഒരു കോമൺ പോർട്ടായ ബാബ അൽ മന്ദേബ് സ്ട്രെയ്റ്റിൻ്റെ അടുത്തുകൂടി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്ന സദേൺ ടിപ്പ് ഓഫ് ആഫ്രിക്ക വഴിയൊക്കെ കടന്നു പോകുന്ന ആ റൂട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ പറയുന്ന ചെങ്കടൽ. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഒരു കപ്പൽ സഞ്ചരിക്കേണ്ടി വരുന്നത് 3500 മുതൽ 4000 വരെ നോട്ടിക്കൽ മൈലുകളാണ്. എന്ന് പറഞ്ഞാൽ ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള അകലത്തിൻ്റെ അത്രയും ചുറ്റേണ്ടി വരും ഈ റെഡ് സീ അടഞ്ഞു കിടന്നാൽ. അങ്ങനെ വരുമ്പോൾ സാധാരണ ചരക്കുകൾ വരുന്നതിന് എടുക്കുന്ന സമയത്തേക്കാൾ 2 ആഴ്ച കൂടി അധികം എടുക്കേണ്ടി വരും. അങ്ങനെ ഒരു ചെങ്കടൽ ബ്ലോക്കേഡിലേക്ക് നീങ്ങിയാൽ അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക്, മറ്റൊരുപാട് കൺസ്യൂമർ പ്രോഡക്റ്റുകൾക്ക് ഒക്കെ വലിയ പ്രയാസമുണ്ടാകുന്ന സ്ഥിതി വരുമെന്ന് മാത്രമല്ല, ഒരു വശത്തത് ഉണ്ടാകുമ്പോൾ മറുവശത്ത് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഈ വസ്തുക്കളൊക്കെയും കെട്ടിക്കിടന്ന് അവിടെ തൊഴിൽ പ്രശ്നങ്ങളും സാമ്പത്തിക തകർച്ചയും ഒക്കെ ഉണ്ടാകുന്ന സ്ഥിതി വരും. എന്നുവെച്ചാൽ ഒരു വളരെ ഗുരുതരമായ വ്യാപാര മേഖലയിലെ വലിയ പ്രതിസന്ധിയായിരിക്കും ചെങ്കടൽ ബ്ലോക്ക് ചെയ്താൽ സംഭവിക്കുക. ഒരു വശത്ത് ചെങ്കടൽ ബ്ലോക്ക് ചെയ്യപ്പെടുകയും മറുവശത്ത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമിസ് ബ്ലോക്ക് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്താൽ ലോകം തന്നെ ഒരു നരകയാതന അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇതിനെല്ലാം വളം വെക്കുന്നത് ഒറ്റ ഒരാളാണ്. അവരുടെ പേരാണ് ഇസ്രയേൽ. അതിനുവേണ്ടിയുള്ള ഒത്താശ ചെയ്തു കൊടുക്കുന്നത്, മൗനാനുവാദം ചെയ്തു കൊടുക്കുന്നത്, ആയുധങ്ങൾ നൽകുന്നത് അമേരിക്കയാണ്. അതിനോടൊപ്പം നിൽക്കുന്ന മറ്റു കുറേ പേരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സപ്ലൈ ഷോക്കും അതുപോലെ സാധനങ്ങളുടെ കുറവും, ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് സാധനങ്ങൾ കെട്ടിക്കിടക്കുന്ന സ്ഥിതിയും ഉണ്ടാവുന്നത് പോലെ തന്നെ ഈ ഫ്രൈറ്റ് ചാർജസിൻ്റെ ഒരു ബേസ് ലൈൻ ഡേറ്റ, അതായത് ഒരു $5000 20 ഫുട്ട് ഇക്വലൻ്റ് യൂണിറ്റിന് സാധാരണയിൽ നിന്ന് വർധനവുണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നാണ് ഇതിനുള്ളിലെ വിദഗ്ധരൊക്കെയും പ്രകടിപ്പിക്കുന്നത്. കൂടാതെ ഗ്ലോബൽ കൺസ്യൂമേഴ്സിന്, ഷിപ്പിംഗ് ലൈനിന്, ഈജിപ്റ്റ് പോലെയുള്ള രാജ്യങ്ങൾക്കടക്കം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വലിയ പ്രതിസന്ധിയും അതിരൂക്ഷമായ പ്രശ്നവുമാണ് റെഡ് സീ അടച്ചാൽ ഉണ്ടാകാൻ പോകുന്നത്. ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നതോടുകൂടി എല്ലാവരും ചേർന്ന് ഇറാനെയും ലെബനനെയും ഒക്കെ തകർക്കാം എന്നാഗ്രഹിച്ചാൽ പോലും അവിടെ അത് സാധ്യമാകാത്ത വിധം മറുവശത്തും ചേരികൾ രൂപം കൊള്ളുകയും അതൊരു ലോകമഹായുദ്ധത്തിലേക്ക് തന്നെ വഴിതെളിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവാം. ഏതായാലും ഈ 2 പേർ, നെതന്യാഹുവും ട്രംപും, അവരുടെ കാലഘട്ടത്തിൽ ഈ ലോകത്തിന് നൽകുന്ന ഈ വേദനയും ഈ തകർക്കലും
അതിലുണ്ടാക്കുന്ന പ്രത്യാഘാതവും അതും ചരിത്രം രേഖപ്പെടുത്തി പോകട്ടെ. കാലം സാക്ഷിയാവട്ടെ.